എവരിവൺ, വെൽക്കം ബാക്ക്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മഴ ആയതുകൊണ്ട് തന്നെ വോയിസിന് ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവും. ഇന്നലെ രാത്രി പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സാധനം എടുത്തു വെക്കാണ്ടാണ് ഞാൻ പോയി കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇത് വൃത്തിയാക്കലായിരുന്നു എൻ്റെ പണി. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ബയോളജി പഠിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്ന് പഠിക്കുന്നതും ബയോളജി തന്നെയാണ്. എനിക്ക് ഏറ്റവും മാർക്ക് കുറവ് കിട്ടാറുള്ളതും ബയോളജിക്ക് തന്നെയാണ്. 10th ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയൊക്കെയോ പഠിച്ചിട്ടാണ് ഞാൻ ബയോളജിയിൽ A+ വാങ്ങിച്ചത്. +1 പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടും A+ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റും എഴുതുന്നുണ്ട്. ഇനി +2 പഠിക്കുമ്പോഴും നല്ല വൃത്തിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്റ്റഡി ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണ്ടത് സ്റ്റിക്കി നോട്ട്സും അതുപോലെ തന്നെ ഹൈലൈറ്ററും ആണ്. ഞാൻ നോർമലി ഈ ബ്രഷ് പെന്നിൻ്റെ സ്കെച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ ടെക്സ്റ്റ് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് ഇതുപോലെ നല്ല കളർഫുൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അടക്കം നമുക്ക് കിട്ടുന്ന കുറച്ച് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ സ്റ്റിക്കി നോട്ട്സിലാക്കിയിട്ട് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് നോക്കി എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ അത് നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആകും. പിന്നെ ഞാൻ ടെക്സ്റ്റ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ നോക്കാറുള്ളത് സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്സ് തന്നെയാണ്. അതും ഞാൻ ഇതുപോലെ തന്നെ കളർ ചെയ്ത് വെക്കും. കാരണം കളർ ചെയ്ത് കാണുമ്പോൾ വേറെ തന്നെ ഒരു സമാധാനമായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സ് ആണ്. അതായത് ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷനിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് അതിൽ എനിക്ക് തോന്നുന്ന പോയിൻറ്റ്സൊക്കെ ഞാൻ ചെറുങ്ങനെ എഴുതി വെക്കും. ഇതും നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല എങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഒരു എക്സാമിൻ്റെ ഒക്കെ തലേ ദിവസം നമുക്ക് പെട്ടെന്ന് ഇരുന്ന് വായിക്കാൻ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആൻഡ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു ഷോർട്ട് നോട്ട് മാത്രം പഠിക്കാൻ പാടില്ല. മെയിനായിട്ട് ടെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഞാൻ പിന്നെ സൈലത്തിലുള്ള DPPs ഒക്കെ ഇതിലോട്ട് എഴുതിയെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഒക്കെ യൂസ്ഫുൾ ആകും. മെയിനായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള മൊത്തം പോയിൻറ്റ്സ് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ആൻഡ് അതിൽ നിന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് പോയിൻറ്റ്സ് ഇതുപോലെ ഷോർട്ട് നോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം യൂസ്ഫുൾ ആകും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഓരോ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് മൊത്തം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം അത്യാവശ്യം നല്ല ടഫായിരുന്നു. ആൻഡ് ഇക്കൊല്ലം ഞാൻ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് HSS ലൈവിൻ്റെ ഒക്കെ അത്യാവശ്യം കുറേ നോട്ട്സ് ഉണ്ടാവും. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. എഴുതി പഠിച്ചാലാണ് ബയോളജിയിലത്തെ കുറേ വേർഡ്സൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. കാരണം ബയോളജിയിൽ അത്യാവശ്യം വേർഡ്സൊക്കെ നല്ല ടഫാണ്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടായിരിക്കും എന്തിനാ ഇപ്പോഴേ പഠിക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പം അല്ല ലാസ്റ്റ് മിനിറ്റിൽ മനസ്സിലായിക്കോളും. ഇപ്പം ഇച്ചിരി കഷ്ടപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടാം. പിന്നെ ഞാൻ എല്ലാ കൊല്ലവും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു മാസം നമ്മൾ എത്ര ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് ഇതുപോലെ എഴുതി വെച്ചിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് കുത്തിവെക്കും. ഞാനിപ്പോൾ മെട്രിസസ് മാത്രമേ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനവിടെ കുത്തിവെച്ചു. പിന്നെ ഞാൻ ഇക്കൊല്ലം ആഡ് ചെയ്തിട്ടുള്ളൊരു പുതിയ കാര്യമാണ് ഒരു ദിവസം നമ്മൾ എത്ര പഠിക്കുന്നു എന്നുള്ളത് ഡേറ്റും അതുപോലെ തന്നെ മോർണിംഗ് ഈവനിങ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കാം എത്ര ഹവേഴ്സ് നമ്മൾ പഠിച്ചു എന്നുള്ളത്. പിന്നെ നമുക്ക് ടൈമർ വെച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ എത്ര സമയം പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇപ്പോഴേ പറയാനുള്ളൊരു കാര്യം, ലാസ്റ്റ് നിമിഷത്തേക്ക് ഒന്നും വെക്കണ്ട, എല്ലാം ഇപ്പോഴേ പഠിച്ചോ. ഇപ്പം കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാൽ കലോത്സവത്തിൻ്റെയും ടൂറിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന്